കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ഒരാഴ്ചയല്ല കുറേ ദിവസങ്ങളായിട്ട് ആഴ്ചയിൽ 2ഉം 3ഉം വാഹനാപകടത്തോടെയാണ് നമ്മൾ വാർത്തകൾ ആരംഭിച്ചിരുന്നത്. അപ്പോൾ അതിനൊരു അറുതി വേണം. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായുള്ള ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ യോഗം ഇന്നുണ്ട്. മന്ത്രിക്കൊപ്പം ഗതാഗത വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ യോഗം നടക്കാൻ പോകുന്നത്. MG പ്രതീഷാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തും ചേരുന്നത്. പ്രതീഷ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ അടിയന്തര യോഗം? എന്താണ് പ്രധാന അജണ്ട? ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുക? പ്രജിൻ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു യോഗം കൂടി ഇന്ന് നടക്കുന്നുണ്ട്. അത് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ്. ഈ സ്വകാര്യ ബസ്സുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ തുടർച്ചയായി സ്വകാര്യ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഗതാഗത മന്ത്രി സ്വകാര്യ ബസ് ഉടമകളുടെ ഉൾപ്പെടെ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് യോഗം പ്രധാനമായും ചേരുന്നത്. കാരണം ഈ നേരത്തെയും ഈ സ്വകാര്യ ബസ്സുകൾ നിയമം ലംഘിക്കുന്നു എന്ന തരത്തിൽ ചില ആരോപണങ്ങൾ വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു യോഗം നടക്കുന്നത്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയൊരു അപകടം കിഴക്കേക്കോട്ടയിൽ സംഭവിച്ചതാണ്. സ്വകാര്യ ബസ് ഇടിച്ചൊരു കേരള ബാങ്ക് ജീവനക്കാരൻ മരിച്ചു. വളരെ ദാരുണമായായിരുന്നു അദ്ദേഹത്തിന് മരണമുണ്ടായത്. ഈ സാഹചര്യത്തിൽ വലിയ കർശനമായ നടപടികളൊക്കെ തന്നെ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിനുശേഷവും തുടർച്ചയായി നേരത്തെ എങ്ങനെയായിരുന്നു അതേ അവസ്ഥ തന്നെയാണ് കിഴക്കേക്കോട്ടയിൽ പിന്നീടും ഉണ്ടായിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ ഇതിനൊരു ശാശ്വത പരിഹാരം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. പ്രധാനമായും നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നതാണ് നിലവിൽ ഗതാഗത മന്ത്രി അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ നിയമം ലംഘിക്കുന്ന ജീവനക്കാരുടെ ലൈസൻസ് റദ്ദാക്കുക, ഒപ്പം ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദാക്കുക തുടങ്ങിയ നടപടികളിലേക്കായിരിക്കും ഗതാഗത മന്ത്രി കടക്കുന്നത്. അതിന് മുന്നോടിയായാണ് ഈ ബസ് ഉടമകളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായൊരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിൻ്റെ നിലപാട് മന്ത്രി യോഗത്തിൽ അറിയിക്കും. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായ അപകടങ്ങൾ തുടർക്കഥയാകുന്നുണ്ട്. അതിൽ ഈ ഒരു കുറച്ച് ശതമാനമെങ്കിലും അപകടം സ്വകാര്യ ബസ്സുകളുടെ ഈ മിന്നൽ പാച്ചിലിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്, അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗശേഷം മന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകി.